ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളെ നാട്ടു റെസിപ്പി ആയിട്ടാണ്. നാടൻ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു മീൻചാറാണ്. എരിവും പുളിയും കളറും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ചാറാണിത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റും. എൻ്റെ മക്കളെ ഇഷ്ടപ്പെട്ട ഒരു കറിയും കൂടിയാണിത്. ഇതുണ്ടെങ്കിൽ ഒരിക്കൊരു പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു വറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലോണം ചോറ് കഴിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൽ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. 6 അയിലയാണ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഉപ്പ് ഒന്നും കൂടി നോക്കിയാൽ മതി. ഈ മീൻ ചാറിന് വേണ്ടിയിട്ട് 3 തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയും. ഇതാണ് വേണ്ടത്. അരപ്പിന് വേണ്ടിയിട്ടാണ് തേങ്ങ എടുക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം പുളി. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കുന്നുണ്ട്. എന്നാൽ വേഗം അത് കുതിർന്ന് കിട്ടും. ഇതിൻ്റെ അളവ് എത്രയാ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു പീസ് പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 3 തക്കാളി ഞാൻ നല്ലോണം കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. തന്നെ ചെയ്യണം കേട്ടോ. നല്ലോണം വെള്ളമുള്ള തക്കാളി വേണം എടുക്കാൻ. നമ്മൾ മിക്സിയിൽ നിന്നെല്ലാം അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്റ്റിൽ നമുക്ക് കിട്ടൂല. ഇത് കൈ കൊണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ട ഇതുപോലെ ഒരു കിട്ടും, ഒരു ചതഞ്ഞ പോലെ കിട്ടും. മിക്സിയിൽ നിന്നാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോവും. അത് ഒരു രസം ഉണ്ടാവില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളി ചതക്കലാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളീൻ്റെ ചൊയ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിയിൽ. 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട ഇതുപോലെ കിട്ടും. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങ അരക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. കാരണം 6 അയിലയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ചാറ് കിട്ടും. ഇതിൽ മസാലകളെല്ലാം ഈ ഒരു അരപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി നല്ലോണം വറുത്ത ഒരു മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂണും കൂടി ഞാൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം, അധികം കൂടി പോണ്ട. ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. കണ്ട ഈ ഒരു കളറിലാണ് കിട്ടുക. നമുക്ക് മല്ലീൻ്റെ ചൊയ്യും എല്ലാം ഇതിൽ കിട്ടും. ഇനി ഈ ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിലാണ് അരപ്പുള്ളത്. അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ നിന്നുള്ള എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടിയും കട്ടിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗ്യാസ് മേൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെക്കണം. ഈ ഒരു കറി ഉണ്ടല്ലോ ചോറിന് നല്ലോണം മുങ്ങുന്ന നേരത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ചപ്പാത്തിൻ്റെ കൂടെയും. ഇത് നല്ലോണം ചപ്പാത്തി മുറിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. നമ്മളെ കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തൂയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവയാണ് ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. ഉലുവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. പക്ഷേ കടുക് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കടുക് മൂപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ തൂയിക്കുന്നുണ്ട്.
കറികളെല്ലാം ഓരോ സ്ഥലത്ത് വ്യത്യാസമായിരിക്കും. നമ്മൾ പുളി ഉപയോഗിക്കുന്നത് വേറെ സ്ഥലത്ത് കുടംപുളി ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഓരോ രുചിയായിരിക്കും കിട്ടുക. എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമ്മളെ കണ്ണൂരും കോഴിക്കോട് തലശ്ശേരി ഭാഗത്തുള്ള ഒരു കറിയാണ്. ഇപ്പോൾ ആരെങ്കിലും പറയും നമ്മൾ തലശ്ശേരിയല്ലേ, നമ്മൾ കണ്ണൂരല്ലേ, ഇങ്ങനെ എല്ലാവരും വെക്കുവാന്ന്. പക്ഷേ നമ്മളെ സ്ഥലത്തുള്ളവർ ഇങ്ങനെയായിട്ടാണ് വെക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഉച്ചക്ക് കറി വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുണ്ടെങ്കിൽ ചപ്പാത്തിക്കെല്ലാം എടുക്കാം. പിന്നെ ദോശക്കും കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നമ്മൾ അയിലെല്ലാം ഉടഞ്ഞൊന്നും പോകാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഉച്ചക്കത്തെ ചോറിന് മീൻ ചാറ് കൂടാണ്ട് നല്ല കാബേജും ബീട്രൂട്ടും വറവും, പിന്നെ നമ്മൾ കൊഞ്ചം പൊരിച്ചതുണ്ട്, പിന്നെ പപ്പടം, അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ചോറ് കഴിക്കാൻ പോവാണ്. കുട്ടികളെല്ലാം കാത്തിരുന്നിട്ടുള്ളത് അവരിഷ്ടപ്പെട്ട വിഭവങ്ങളാണിത്. ചാറും കൊഞ്ചം പൊരിച്ചതും വറവും എല്ലാം അവരിഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വലിയ കുക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ വീഡിയോയിൽ എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ. ഇതിൽ മുന്നത്തെ വീഡിയോയിലെല്ലാം ലൈക്ക് കുറവാണ്. അപ്പം നിങ്ങൾ ലൈക്ക് എന്തായാലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടാൻ മറക്കല്ലേ. ബിരിയാണി, മന്തി, ഫ്രൈഡ് റൈസ് ഇതെല്ലാം നമുക്ക് ഇഷ്ടമാണെങ്കിലും ഈ നാടൻ ചോറും കറികളും ഒരു സ്പെഷ്യൽ തന്നെയാണ്. ഇത് കഴിക്കുന്ന ഒരു ഫീല് നമുക്ക് മറ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇത് ഡെയിലി കഴിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടല്ലോ. പക്ഷേ മറ്റുള്ള ഫുഡ് ഡെയിലി കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. ആഴ്ചക്കും അങ്ങനെയെല്ലാം കഴിക്കുമ്പോഴാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ പുതിയ വിഭവങ്ങളും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.